ചിന്തോബ്രെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഡേ എന്നും പറയാൻ വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും പറയാൻ പറ്റും. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത്രയും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകളുടെ അയ്യരുകളിയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇവിടുത്തെ പരീക്ഷ പരിപാടികൾ എങ്ങനെയാണ്, അതേപോലെ ഇവിടെ പരീക്ഷ എഴുതിയില്ലെങ്കിലും അല്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ, അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. ഇതിൽ പ്രധാനം എൻ്റെ അമ്മ തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ ഈ ആഴ്ച വീഡിയോയ്ക്ക് കണ്ടൻറ് ഇല്ലായിരുന്നു. കാരണം പരീക്ഷയുടെ ഹാങ് ഓവർ കാരണം തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടൻറ് ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു ഈ ആഴ്ച എന്ത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞാലും ഞാൻ ആ വീഡിയോ എന്ത് വീഡിയോ ഇടാൻ പറഞ്ഞാലും ഞാൻ ഇടും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത് പരീക്ഷയെക്കുറിച്ച് ഇടാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, പരീക്ഷയെക്കുറിച്ച് നമ്മൾ പിടിച്ചേക്കാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരോടും ചോദിച്ചിരുന്നു, അവരുടെ കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവസാനം വരെ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാച്ച് ടൈമും കിട്ടും, അതുപോലെ കുറച്ച് പരസ്യങ്ങൾ നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ ഇനി പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്നത് വെറ്റിനറി മെഡിസിനാണ്. അത് അതിന് കൊമ്പുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ പരീക്ഷ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പരീക്ഷ കുറച്ചേലും കുറവുണ്ടാവുമെന്ന് വെച്ച് വന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാ ആഴ്ചയും പരീക്ഷ, എല്ലാ ദിവസവും പഠിക്കാൻ കൊട്ടാക്കി. ഇത്തിരിയിലൊന്നും ഒഴിവ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് ഇല്ല, എല്ലാ ആഴ്ചയും പരീക്ഷ. ഇപ്പോൾ എൻ്റെ ഈ സെമസ്റ്റർ തുടങ്ങിയുള്ളൂ, മാർച്ച് 1-ാം 3-ാം തീയതി. അവിടെ നിന്ന് ഈ ആഴ്ച വരെ എല്ലാ ആഴ്ചയും പരീക്ഷ. ഇന്നും കൂടി ഞാൻ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നോളൂ. ഇന്നിപ്പോൾ എനിക്ക് പാരസൈറ്റോളജി ഉണ്ടായിരുന്നു, അതേപോലെ പബ്ലിക് ഹെൽത്ത് ഉണ്ടായിരുന്നു. കിളി പാറിപ്പോയി. അത്രയും സുഖമാണ് ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഈ പരീക്ഷ പൊട്ടിക്കഴിഞ്ഞ പോലെ പ്രശ്നമുണ്ടോ നിങ്ങൾ ചിന്തിക്കാം. എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ടൈപ്പ് സബ്ജക്റ്റുള്ള, ഒന്ന് മെയിൻ സബ്ജക്റ്റും അതേപോലെ ഒന്ന് വലിയ ഗുണമില്ലാത്ത സബ്ജക്റ്റും. വലിയ ഗുണമില്ലാത്ത സബ്ജക്റ്റ് പൊട്ടിയാലും വലിയ പ്രശ്നമില്ല, ഇയർ ബാക്ക് കാര്യങ്ങൾ കിട്ടില്ല. പക്ഷേ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു റീടേക്കും കൂടി എടുക്കാൻ പറ്റും. ഈ റീടേക്ക് കൂടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരാൻ കിടക്കുന്ന ഈ സബ്ജക്റ്റിന് തന്നെ അടുത്ത് വരാൻ കിടക്കുന്ന ഒരു പരീക്ഷ എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സെറ്റിൽമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് മാറാൻ പറ്റുമെന്ന് വെച്ചാൽ കയറി പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അതും നടക്കില്ല. യൂണിവേഴ്സിറ്റി തെറ്റില്ലാത്ത നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇയർ ബാക്ക് കിട്ടും. അപ്പോൾ എനിക്ക് അടുത്ത ബാച്ചിലെ പിള്ളേർ ഈ പറയുന്ന ഇയറിലേക്ക് ആവുന്നത് വരെ ഈ പറയുന്ന ഒരു സബ്ജക്റ്റിന് വേണ്ടി എൻ്റെ അത്രയും സമയം കളയേണ്ടി വരും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പരീക്ഷ, ഓരോ കുഞ്ഞു പരീക്ഷകളും. കുഞ്ഞു പരീക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഓരോ പരീക്ഷയ്ക്കും കൊട്ടയ്ക്ക് പഠിക്കാനുണ്ട്. ഒരാഴ്ചയൊക്കെ മൊത്തം ഇരുന്നിട്ട് ഉറക്കൊളിച്ചിരുന്നിട്ടും തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ പഠിച്ച് തീരുന്നു എന്നല്ലാതെ ലക്ഷറി ലെവലിലൊന്നും ഞാൻ പഠിച്ച് തീർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി, അതേപോലെ ആ തിരക്ക് ഈ തിരക്ക് മറ്റേ തിരക്കെന്നും പറഞ്ഞ് ഫുള്ളി ഒക്യുപ്പൈഡ് ആയി പോകണം. അതാണ് എൻ്റെ കേസ് എന്ന് പറയുന്നത്. മെയിൻ സബ്ജക്റ്റുകൾ എങ്ങനെയും പഠിക്കണം, എല്ലാ സബ്ജക്റ്റ് പാസ്സായി പോകാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിയാലും വലിയ വിഷയങ്ങളില്ല, ഇയർ ബാക്ക് വരുന്നില്ല. അപ്പോൾ മെയിൻ സബ്ജക്റ്റ്, അതിപ്പോൾ എൻ്റെ കേസിൽ മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ. മെയിൻ സബ്ജക്റ്റുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്. ചില കോളേജിലൊക്കെ ഈ പറയുന്ന സപ്ലി സെറ്റിൽമെൻറ്റ് പരിപാടികളൊക്കെ പോസിബിളാണ്. അത് നിങ്ങൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. എൻ്റെ കോളേജിൽ ദൈവം സഹായിച്ച് ഒന്നുമില്ല, പഠിച്ചല്ലേ പൊട്ടും. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിലായിരുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയറിലായിരുന്ന സമയത്ത് 10-70 പിള്ളേരുണ്ടായത്. ഇപ്പോൾ ആകെ 30-40 പിള്ളേരുള്ളൂ. അതിൻ്റെ പ്ലസ് ആയിട്ടുള്ള പിള്ളേരുകളൊക്കെ പൊട്ടി. പിന്നെ ജൂനിയറൊക്കെ ആയിട്ട് അവരിരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ സീനിയേഴ്സൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്, പൊട്ടിയുണ്ട്. അപ്പോൾ അത്ര പെരുത്ത് പരീക്ഷകൾ, അത്ര പെരുത്ത് സംഭവങ്ങൾ ഉണ്ട്. ഇപ്പോൾ പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വിദേശത്തേക്ക് നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജോലിക്ക് നല്ല രീതിയിൽ പോകണം, അതിൻ്റെ കൂടെ പഠിക്കുകയും വേണം. അതിൻ്റെ കൂടെ തന്നെ ഈ എന്താ പറയുക ബാക്കി ചിലവുകളൊക്കെ ഓടിക്കണം. അത് ബുദ്ധിമുട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു രസമാണ്. നമ്മൾ ഓരോ ദിവസം നമ്മുടെ മെച്യൂരിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ്, കുറേ സംഭവങ്ങൾ നമ്മുടെ തലയിലേക്ക് നമ്മൾ പോലും അറിയാതെ എത്തുന്നു. ഒരു പ്രത്യേക സുഖമാണ് ആകെപ്പാടെ ചെയ്യേണ്ടത്. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു തരുമല്ലോ, പഠിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ സെറ്റാവും എന്ന് പറയുന്ന പോലെ തന്നെ പഠിക്കുന്നു, നല്ല രീതിയിൽ സെറ്റാവും എന്നുള്ള പ്രതീക്ഷയിൽ. ഇതാണ് എൻ്റെ അവസ്ഥ കേട്ടോ, വെറ്റിനറിയുടെ കേസ്. കാരണം ഞാനല്ലെങ്കിൽ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ നേരെ കൂട്ടുകാരൻ്റെ കേസിലേക്ക് ഇനി പറയാമെന്ന് വെച്ചാൽ, എൻ്റെ വെറ്റിനറി കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആഴ്ചയും പരീക്ഷ, ഇഷ്ടംപോലെ പരീക്ഷ. ഈ കുഞ്ഞു 3 കൊളോക്കിയം ഉണ്ടാവും ഓരോ മെയിൻ സബ്ജക്റ്റിന്. കൊളോക്കിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെമസ്റ്റർ പരീക്ഷ, അത് കഴിഞ്ഞ് 2 സെമസ്റ്ററാണ് ഒരു മെയിൻ സബ്ജക്റ്റ് വരണേ. ആ രണ്ടാമത്തെ സെമസ്റ്ററിൽ മെയിൻ സബ്ജക്റ്റിൻ്റെ ഫുൾ ഇയറിനെ ബേസ് ചെയ്തിട്ടൊരു വലിയ പരീക്ഷ കൂടി ഉണ്ടാവും. ഇങ്ങനെ മൊത്തം കൂട്ടാണ് ഒരു മെയിൻ സബ്ജക്റ്റിന് 6, 7, 8, 9 പരീക്ഷ ഉണ്ടാവും. എന്നിട്ട് 9ാമത്തെ പരീക്ഷ ഫുൾ ഇയറിൻ്റെ അങ്ങനെയാണ് വരുന്നത് മെയിൻ സബ്ജക്റ്റുകൾ കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അവൻ പഠിക്കുന്നത് BBA ആണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, അവൻ്റെ കാലക്കൂടി ഞങ്ങൾ നമ്മുടെ റോബി നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവനും ഏതാണ്ടൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഇത്തരം ക്ലാസ് കാര്യങ്ങളൊന്നുമില്ല. ഒരാഴ്ചയിൽ ചിലപ്പോൾ ചില ആഴ്ചകളിൽ 1 ക്ലാസ്, ചില ആഴ്ചകളിൽ 3 ക്ലാസ്, ചില ആഴ്ചകളിൽ 5 ക്ലാസ്, അങ്ങനെയൊക്കെ ഉള്ളൂ. പഠിക്കുന്നത് BBA ആണ്. അവന് ഇതേപോലെ തന്നെ ചില ലെക്ചറിന് വലിയ സീന് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ക്ലാസ്സിന് അതേപോലെ ലാബ്സിനും നിർബന്ധമായിട്ട് പോകണം. അറ്റൻഡൻസ് ഉണ്ട്. ഇവിടെ അറ്റൻഡൻസ് വളരെ മുഖ്യം പിക്കില്ലേ. അപ്പോൾ അറ്റൻഡൻസിൻ്റെ കേസ് ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും. അതേപോലെ മെയിൻ സബ്ജക്റ്റുകൾ അവനും പരീക്ഷയുണ്ട്. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അവനും ഈ പറയുന്ന ഇയർ ബാക്ക് വരുന്നില്ല, അവന് സപ്ലി വെച്ച് ആയാലും കയറി പോകാൻ പറ്റും എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയും അതേപോലെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നമ്മൾ വേറൊരു നല്ല
രസിപ്പിക്കുന്ന കണ്ടൻറ്റുമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച തല മുഴുവൻ ഖറാബായി കിടക്കുകയാണ് ഈ പരീക്ഷയും കാര്യങ്ങളൊക്കെ കാരണം അത്ര വരുത്തുണ്ട് പരീക്ഷകൾ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പറയുകയാണെങ്കിൽ എനിക്കിനി ഫാർമക്കോളജി ഉണ്ട്, സർജറി വരുന്നുണ്ട്, പിന്നെ ഏതാ പറയുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച പിന്നെ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യേണ്ട പാരസൈറ്റോളജി, പാത്തോമോർഫോളജി, ഏതാ ഡയഗ്നോസ്റ്റിക്സ്, ഇമേജിങ്, അങ്ങനെ ഇഷ്ടം പോലെ പരീക്ഷകൾ നടപ്പുണ്ട്. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്കിന്നത്തെ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് സമാധാനം കിട്ടാനായിട്ട് നല്ല പച്ചപ്പും പച്ചപ്പും അങ്ങനത്തെ സെറ്റപ്പിലേക്ക് ഇറങ്ങിയേക്കാണ്. ബാക്കി പറയാൻ കിട്ടിയില്ല. അപ്പോൾ അതാണ് കേസ്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കമൻറ്റ് എടുത്ത് നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി ഫോളോ ചെയ്തിട്ട് അയച്ചാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.